തുറക്കണേ. ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം എന്നെ ജ്ഞാനിയാക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനം എന്നെ അനുഗ്രഹത്തിലേക്ക് ഉയർത്തുന്നു, എന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു. ഹെബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇതാ പ്രവഹിക്കുകയാണ്. 147-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം, അവിടുന്ന് ഉന്നതങ്ങളിൽ നിന്ന് കൽപ്പന അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. സർവശക്തമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കാൻ കർത്താവ് അംഗീകരിച്ച മണിക്കൂറിലേക്ക് ഞാനും നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ജെസി കെ എബ്രഹാം. ഞാനിത് എഴുതുന്നത് അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന സ്റ്റേറ്റിൽ നിന്നാണ്. ഇത് എൻ്റെ ഒരു അനുഭവമാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ എലിയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ കാലിഫോർണിയയിലുള്ള അനുജത്തി മിനിയുമായി സംസാരിച്ചു. അനുജത്തി പറഞ്ഞു, ജെസി, ഓൺലൈനിൽ സെഗിയോനിലെ അഭിഷേകാഗ്നി സംപ്രേഷണത്തിൽ ഒരു വീട്ടിൽ എലിശല്യം ഉള്ളതിനെക്കുറിച്ചും അത് വിട്ടുമാറിപ്പോയതിനെക്കുറിച്ചും അച്ഛൻ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മിനി, ഇതിനും പ്രാർത്ഥിക്കാമോ? അപ്പോൾ അവൾ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ അറിയാം, നമുക്കാണ് അറിയാൻ പാടില്ലാത്തത്. അങ്ങനെ ഞാൻ ഓൺലൈനിൽ പോയി അഭിഷേകാഗ്നി പ്രോഗ്രാം കേട്ടു. അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബങ്ങളിൽ വിടുതൽ സംഭവിച്ചതിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ ഓർത്തു, എലിശല്യം വിട്ടുപോയാൽ എനിക്ക് സാക്ഷ്യം പറയാൻ മടിയാണല്ലോ, ഞാൻ എന്തു ചെയ്യും? എങ്കിലും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. 2009 നവംബർ അല്ലെങ്കിൽ ഡിസംബറിലാണ് ഈ സംഭവം. വചനപ്രഘോഷണം കേട്ടതിന് ശേഷം 3 ദിവസത്തേക്ക് ഒരിക്കലും ഉണ്ടാകാത്തത്ര എലിശല്യം രൂക്ഷമായി. ആ ശബ്ദം കാരണം ഉറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥിതിയായിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ കുടുംബത്തിൽ നിന്ന് പരിപൂർണമായും എലിയുടെ ശല്യം അപ്രത്യക്ഷമായി. അച്ഛാ, എൻ്റെ മനസ്സിൽ സാക്ഷ്യം പറയാൻ എനിക്ക് മടിയാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും എൻ്റെ ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് എലിയുടെ ശല്യം പൂർണ്ണമായി മാറ്റിത്തന്നു. എൻ്റെ ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈശോയുടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി ഓൺലൈനിൽ ടെലിവിഷനിലൂടെ വചന പ്രഘോഷണം ഞാൻ പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എലിയുടെ ശല്യ നിമിത്തം പൊറുതിമുട്ടിയ കുടുംബത്തിൽ ടെലിവിഷനിലെ വചനം കേട്ട് മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചു. സഹോദരി പറഞ്ഞു, ദൈവമേ, എനിക്ക് സാക്ഷ്യം പറയാൻ നാണക്കേടാണ്, സാക്ഷ്യം പറയാൻ മാത്രം എന്നെ കിട്ടില്ല, ഞാൻ വരില്ല, എനിക്ക് സാക്ഷ്യം പറയാൻ നാണക്കേടാണ്, അവിടെ നിന്ന് ഇടപെടണമെന്ന് പറഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു.
ആ പ്രാർത്ഥന ദൈവസന്നിധി സ്വീകാര്യമായി ആ കുടുംബത്തിൽ നിന്ന് എലിയുടെ ശല്യം വിട്ടുമാറിപ്പോയൊരു അനുഭവം ഈ സഹോദരി രേഖപ്പെടുത്തുകയാണ്. ഏതാണ്ട് ഒരു വർഷമായി. കഴിഞ്ഞ 2009 നവംബർ ഡിസംബർ സംഭവിച്ചത് 2010 നവംബർ ഡിസംബറായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് ആ സഹോദരി ഇത് എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ചങ്ക് നുറുങ്ങി പ്രാർത്ഥിക്കുന്ന അനേക ലക്ഷം ജനങ്ങളുടെ മേൽ ഇപ്പോൾ സ്വർഗത്തിൻ്റെ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. തകർന്നവർ, വേദനിക്കുന്നവർ, കണ്ണുനീരിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, കഠിന പാപബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നവർ, സാത്താൻ തൻ്റെ ഇഷ്ട നിർവഹണത്തിന് വേണ്ടി ബന്ധിച്ചിട്ടിരിക്കുന്നവർ, അന്ധകാരത്തിൻ്റെ അധോ ലോകങ്ങളിലേക്ക് വീണുപോയവർ, എല്ലാ തരത്തിലുള്ള ഞെരുക്കുകളിരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലും സ്വർഗത്തിന്റെ അത്ഭുത അഭിഷേക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മയും അതിന്റെ ആധിപത്യങ്ങളും ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത അഭിഷേക ശക്തി ഹൃദയങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുലിഖിതം. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോഴെങ്കിലും ചില പ്രദേശത്ത് ചെല്ലുമ്പോൾ തുറന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ ഈ അഭിഷേകം പ്രാപിച്ചതിൻ്റെ വഴികളൊക്കെ ഒന്ന് പറഞ്ഞു തരിക. അച്ഛൻ്റെ ആ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെ ആയെന്നുള്ളത് എല്ലാം ഒന്ന് വിശദമായിട്ട് തുറന്ന് പറയുക. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു അനുഗ്രഹമുള്ള ജീവിതമാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ദൈവസ്തുതിപ്പ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാൾ ഒരുപക്ഷെ ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്ന വിധം പ്രാധാന്യമുള്ള മറ്റൊരു സംഗതിയാണ് ഈ അട്ടപ്പാടി മലമുകളിൽ വെച്ചിട്ട് ദൈവവചനം പഠിക്കാൻ തുടങ്ങി. ഞാൻ സെമിനാരിയിൽ നിന്ന് വന്നപ്പോൾ കുറേയൊക്കെ വചനങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ളായിട്ടും ഹൃദയം കൊണ്ടല്ല, ബുദ്ധിയിൽ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഹൃദയത്തിൽ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. നീ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ അമിതമായി ആശ്രയിക്കരുത്, അപ്പോൾ നീ നടക്കേണ്ട വഴി കർത്താവ് കാണിച്ചു തരും. ഈ അട്ടപ്പാടിയിൽ വലിയ പഠിപ്പും വലിയ ക്വാളിഫിക്കേഷനും വലിയ ബിരുദങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നെങ്കിലും ഇവിടെ ഈ മലമടക്കുകളിൽ കൃഷി ചെയ്തും ഈ മലമടക്കുകളിൽ കന്നുകാലികൾ വളർത്തിയും ഈ മലമടക്കുകളിലെ ഓരോ കഷ്ടതകളിൽ ഞെരുങ്ങുന്ന ദൈവജനം അവരുടെ കഷ്ടതയുടെ നടുവിൽ ദൈവവചനം പഠിച്ചും ദൈവവചനം പ്രസംഗിച്ചും ദൈവവചനം അനുസരിച്ച് ജീവിച്ചും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ചില ആളുകൾ അവർ വലിയ പഠിപ്പും ബിരുദമൊന്നും ഇല്ലെങ്കിലും അവർ ദൈവവചന പുസ്തകം തുറന്ന്, സത്യവേദ പുസ്തകം തുറന്ന്, വിശുദ്ധ ബൈബിൾ തുറന്ന് അതിലെ ഓരോ വചനങ്ങൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് അന്ന് വരെ മനസ്സിലാകാതിരുന്ന ഒരുപാട് ആത്മീയ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശുക്രിസ്തു ഏകരക്ഷകൻ അല്ലെങ്കിൽ പരിശുദ്ധ ത്രിത്വം, ഇതുപോലെ തിയോളജിക്കൽ ക്ലാസ്സുകളിൽ വളരെ ഗഹനവും നിഗൂഢവുമായ വളരെ മിസ്റ്റിക്കലായ പല വിഷയങ്ങളും ഈ വലിയ വിദ്യാഭ്യാസവും ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ബൈബിൾ തുറന്ന് ദൈവവചനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുരുളുകൾ അഴിഞ്ഞ് വലിയ വെളിപാടുകൾ എനിക്ക് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ അട്ടപ്പാടി മലമുകളിൽ വെച്ച് എനിക്ക് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. 119-ാമത്തെ സങ്കീർത്തനത്തിലെ 130-ാമത്തെ തിരുലിഖിതം, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങൾ ദൈവവചന പ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്ന വിധം ഒരു എളിമ ഞാൻ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്താൽ അവിടുത്തെ ഓരോ വചനങ്ങളും ചുരുളഴിഞ്ഞ് വരുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ വലിയ വിവരം വിദ്യാഭ്യാസവും വലിയ ബിരുദങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ എളിയ മക്കൾ വചനം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുകൾ, പ്രകാശം, ജ്ഞാനത്തിൻ്റെ ഒരു അഭിഷേകം, ഒരു തിരിച്ചറിവിൻ്റെ ഒരു അഭിഷേകം കുറേശ്ശെ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞു, ദൈവമേ, എനിക്കും ഹൃദയം കൊണ്ട് വചനം പഠിക്കണം. എനിക്ക് ദൈവത്തിൻ്റെ വചനം വലിയ ആ തിയോളജിക്കൽ വലിയ ആ ജ്ഞാനം അല്ലെങ്കിൽ ബുദ്ധിയിലുള്ള അറിവിനേക്കാൾ എൻ്റെ ഹൃദയം കൊണ്ട് ദൈവവചനം സ്വീകരിക്കണം. ഈ ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ് സത്യജ്ഞാനത്തിൻ്റെ പൂർണ്ണത കിട്ടുന്നത് എന്ന് പരിശുദ്ധാത്മാവിൽ എനിക്കൊരു പ്രകാശം ലഭിച്ചു. അതിനെക്കുറിച്ച് വീണ്ടും അന്വേഷിച്ചപ്പോൾ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 17 വരെ വാക്യങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ ബാല്യം മുതൽ നീ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് എന്നെ ജ്ഞാനിയാക്കുന്നതാണ് ഈ ദൈവവചനങ്ങൾ. ഞാൻ കുറേ അതും ഇതും തത്വങ്ങളും തിയോളജികളും പഠിച്ചതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള രക്ഷ ആ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങൾ ഉയരണം നിർബന്ധമില്ല. ദൈവവചനമാണ് എൻ്റെ ഹൃദയത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും ജ്ഞാനത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നത്. ഈ ദൈവവചനം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് പൗലോസ് ലീഗായിലൂടെ പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ നീ ബാല്യം മുതലേ പഠിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ എന്നെയും നിങ്ങളെ ജ്ഞാനിയാക്കുന്ന വചനം അങ്ങോട്ട് സ്വീകരിച്ചാൽ, ഞാനും നിങ്ങളെ വചനം അങ്ങോട്ട് എളിമപ്പെട്ട് അങ്ങോട്ട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചാൽ, ഈ ദൈവവചനം എന്നെയും നിങ്ങളെയും പുണ്യ പരിപൂർണതയുടെ മാർഗത്തിലേക്ക് ഉയർത്തുകയാണ്. എന്നെയും നിങ്ങളെയും മഹത്വത്തിൻ്റെ വഴികളിലേക്ക് ഉയർത്തുകയാണ്. എന്നെയും നിങ്ങളെയും അത് ജ്ഞാനിയാക്കി മാറ്റുകയാണ്. എന്നെയും നിങ്ങളെയും അത് നിത്യരക്ഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. ചരിത്രത്തിൽ നമ്മൾ കാണുന്ന കൊച്ചു ത്രേസ്യ പുണ്യവതി അല്ലെങ്കിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ, അവരെല്ലാം ദൈവവചനം ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിച്ചു. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് വിശ്വസിച്ച് എന്നിട്ട് ആ വചനത്തിൻ്റെ ആ ശക്തി കൊണ്ട് ജീവിതത്തിൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആർസ് എന്ന് പറഞ്ഞ ഒരു കുഗ്രാമം, ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കുഗ്രാമം, മഹാപാപങ്ങൾ നിറഞ്ഞൊരു സ്ഥലം, അന്ധകാരാവൃതമായൊരു ദേശം, എല്ലാവരും പലതരത്തിലുള്ള അനുസരണക്കേടിലും വെറിക്കൂത്തുകളിലും മുഴുകിയിരുന്നൊരു ദേശം, വലിയ തരത്തിലുള്ള വികട സ്വഭാവങ്ങളൊക്കെ കാണിച്ചിരുന്ന ആളുകൾ, ആ പള്ളിയിൽ കുർബാനയ്ക്ക് പോലും വരാൻ താല്പര്യമില്ലാതിരുന്ന ജനം, അങ്ങനത്തെ ഒരു ജനത്തിന് നടുവിലേക്കാണ് ഈ വലിയ പാണ്ഡിത്യവും വലിയ കഴിവൊന്നുമില്ല ഈ ജോൺ മരിയ വിയാനി പുണ്യാളൻ അച്ഛൻ പോയത്. ആ അച്ഛൻ്റെ പ്രത്യേകത, അച്ഛൻ ധാരാളം ജപമാല ചൊല്ലും, അച്ഛൻ ധാരാളം പ്രാർത്ഥിക്കും, പിന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ അത് അതുപോലെ തന്നെ ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അത് സ്വീകരിച്ചിരുന്നു. എന്നിട്ട് ഈ വചനങ്ങൾ ആൾക്കാരിൽ നിന്ന് അങ്ങോട്ട് പറയും. അങ്ങനത്തെ ഒരു അച്ഛനായിരുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ അച്ഛൻ. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്?
വലിയ ജ്ഞാനം അച്ഛൻ്റെ അതരങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങി. ഫ്രാൻസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിശുദ്ധന്മാരുടെ കാലം കഴിഞ്ഞുവെന്നും കത്തോലിക്കാ സഭയുടെ കാലം കഴിഞ്ഞുവെന്നും കത്തോലിക്കാ സഭയെ വെറുത്ത് ഉപേക്ഷിച്ചിരുന്ന ജനങ്ങൾ ഫ്രാൻസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഫ്രാൻസിനപ്പുറത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ കുഗ്രാമത്തിൽ വന്ന് ഇതാ വലിയ ജ്ഞാനം പ്രാപിക്കുകയാണ്, വലിയ അഭിഷേകം പ്രാപിക്കുകയാണ്, വലിയ ഉണർവ് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് സങ്കീർത്തന പുസ്തകത്തിൽ 119 സങ്കീർത്തനത്തിൽ 99 വാക്യം, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. വൃദ്ധരേക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. നോക്കുക, ഇതാ ഒരു എളിയ പൈതൽ തൻ്റെ ജീവിതത്തിന് അനുഭവം പങ്കുവെക്കുകയാണ്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് ജ്ഞാനമുണ്ട്, കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ, ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ വലിയ ജ്ഞാനത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവ് ഒഴുക്കും, അവനെ ജ്ഞാനിയാക്കി മാറ്റും എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ കൽപ്പനകളെ പറ്റി ധ്യാനിക്കുന്നു. വൃദ്ധന്മാരെക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ ധ്യാനിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നൊരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നൊരു വ്യക്തി, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിയുടെ മേൽ സ്വർഗത്തിൻ്റെ ഒരു ജ്ഞാനം നിറയുന്ന ഒരു അഭിഷേകമുണ്ട്. അതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളനിൽ സംഭവിച്ചത്. വലിയ പണ്ഡിതന്മാർ, വലിയ അധികാര സ്ഥാനത്തിരിക്കുന്നവർ, വലിയ പ്രഭുക്കന്മാർ എല്ലാവരും വന്ന് ഈ ജോൺ മരിയ വിയാനി പുണ്യാളൻ്റെ സ്വരം ശ്രവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? സ്വർഗത്തിൻ്റെ ഒരു വിജ്ഞാനം ആ നാവിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 10 അധ്യായത്തിൽ 35 വാക്യത്തിൽ ദൈവപുത്രൻ പഠിപ്പിച്ചത്, ദൈവവചനം ആരുടെ അരികിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ചു. സത്യത്തിൽ ഈ ഭൂമിയിൽ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ളത് ഇതുപോലെ ജ്ഞാനിയായ ആളുകളെയാണ്. ഞാനും നിങ്ങൾ വലിയ അഹങ്കാരത്തിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് എന്നോട് നിങ്ങൾ ഇഷ്ടമുണ്ടാകുന്ന നിർബന്ധമില്ല. ദൈവത്തിൻ്റെ ഈ വചനം ഹൃദയം കൊണ്ട് അങ്ങോട്ട് സ്വീകരിച്ചിട്ട് സ്വർഗത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പരിമളം അങ്ങോട്ട് വീശാൻ തുടങ്ങുമ്പോൾ, സ്വർഗത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറഞ്ഞാൽ ആ വ്യക്തിയെ ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7 അധ്യായത്തിൽ 29 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം എന്തിനേയും കാൾ അധികമായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. നോക്കുക, ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് ദൈവത്തിന് ഇഷ്ടപ്പെടാനുള്ള വിഷയങ്ങളുണ്ട്. എന്നാൽ ബൈബിളിൽ വിശുദ്ധ ലിഖിതത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 7 അധ്യായത്തിൽ 29 വാക്യം പഠിപ്പിക്കുകയാണ്, ദൈവം മറ്റെന്തിനേക്കാൾ ഉപരിയായി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5 അധ്യായത്തിൽ 1 തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തി ചെല്ലുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സംഗതി, ആ വ്യക്തി ദൈവത്തിൻ്റെ ആദരങ്ങളിൽ നിന്ന് കേട്ട് പഠിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേട്ട് പഠിക്കാൻ, ദൈവത്തിൻ്റെ വചനം കേട്ട് സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ തുറവിയുള്ള ഒരു ഹൃദയത്തോടെ പോകണം എന്ന് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ജ്ഞാനം എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ, ദൈവവചനത്തിൻ്റെ ജ്ഞാനം എനിക്കും നിങ്ങൾക്കും ഇല്ലെങ്കിൽ, ഒരു പക്ഷേ ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഹോസിയ പ്രവചനത്തിൽ 3 അധ്യായത്തിൽ 6 തിരുലിഖിതമാണ്. അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു, നീ വിജ്ഞാനം തിരസ്കരിച്ചത് കൊണ്ട് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നെ തിരസ്കരിക്കുന്നു. നീ നിന്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിന്റെ സന്തതികളെ വിസ്മരിക്കും. നോക്ക്, ദൈവത്തിൻ്റെ വചനം ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ദൈവം മതിപ്പ് കാണിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം ഇല്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് ഒരു സന്തോഷമില്ല. യെശയ്യാ പ്രവചനത്തിൽ
27-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം. ഈ ദൈവത്തിൻ്റെ ജ്ഞാനം ഇല്ലാത്ത, വചനം കേട്ട് അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അതിൽ ആനന്ദിച്ച് അഭിഷേകം പ്രാപിക്കാത്ത ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതമെങ്കിൽ അവിടെ ദൈവത്തിന്, ആ സൃഷ്ടാവിന് അതിനോടൊരു സന്തോഷം ഇല്ലെന്നുള്ള കാര്യം യെശയ്യാ 27-ാം അധ്യായത്തിലെ 11-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. മരച്ചില്ലകൾ ഉണങ്ങി ദ്രവിച്ച് ഒടിഞ്ഞു വീഴുന്നു, സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു. വിവേകം കെട്ട ജനമാണിത്, അതിനാൽ അവരുടെ സ്രഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല, അവർക്ക് രൂപം നൽകിയവന് അവരുടെ മേൽ പ്രസാദവുമില്ല. ചിന്തിച്ച് നോക്കുക, ഒരുപാട് പുണ്യപ്രവൃത്തികളും ഒരുപാട് അതും ഇതും ചെയ്ത് പരക്കം പാഞ്ഞ് നടന്നാലും ഞാനും നിങ്ങളും ദൈവവചനം സ്വീകരിച്ച് ആ ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന ജ്ഞാനം കൊണ്ട് നിറയുന്നത് ദൈവത്തിന് പ്രീതികരമാക്കുന്നുവെന്നും ആ ജ്ഞാനവും ആ ഒരു വിവേകവും വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉണർവും എനിക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സ്രഷ്ടാവിൻ്റെ പ്രീതി എൻ്റെയും നിങ്ങളുടെ മേൽ ഇല്ലെന്നും തിരുലിഖിതങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതാണ് ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ 7-ാം വാക്യം നമ്മൾ ആദ്യം തന്നെ വായിച്ചു കേട്ടത്. കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നുവോ അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമിയാണെങ്കിൽ ആ ഭൂമി അനുഗ്രഹം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞാനും നിങ്ങൾ സ്വീകരിക്കണം. പെയ്യുന്ന മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് പോലെ ഈ കേൾക്കുന്ന വചനങ്ങളും വായിക്കുന്ന വചനങ്ങളും ഹൃദയത്തിലേക്ക് ഇറങ്ങണം, അതങ്ങോട്ട് സ്വീകരിക്കണം. എന്നിട്ട് അത് ഹൃദയത്തിൽ നമ്മൾ എളിമപ്പെട്ട് സ്വീകരിച്ച് അത് പ്രാർത്ഥിച്ച് അത് ധ്യാനിച്ച് ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അത് കൂടെ കൂടെ പെയ്യുന്ന മഴവെള്ളം കുടിക്കുകയും ആരുടെ പ്രയോജനത്തിന് വേണ്ടി കൃഷി ചെയ്യപ്പെടുന്നു അവർക്കായി സസ്യങ്ങളെ മുളപ്പിക്കുകയും ചെയ്യുന്ന ഭൂമി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 63-ാം വാക്യം ദൈവവചനത്തിന്റെ വിലയെ യേശു ഉയർത്തി പറയുന്നുണ്ട്. വചനം പഠിപ്പിക്കുകയാണ്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, രണ്ട് കരങ്ങളും തുറന്നു പിടിക്കാം. ദൈവവചനത്തിന് വേണ്ടി അദമ്യമായൊരു ദാഹം ഉണ്ടാകണം. വചനം കേൾക്കണം, അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംപ്രീതിയോടെ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇഷ്ടത്തോടെ വ്യാപരിക്കുന്നത്. അതിനുവേണ്ടി ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, വചനം കേൾക്കാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, ജ്ഞാനിയായി തീരാൻ തടസ്സമായി നിൽക്കുന്ന ഓരോ തടസ്സങ്ങളും ഈ ദൈവമക്കളിൽ നിന്ന് ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ഹൃദയങ്ങളിൽ ദൈവവചനത്തോട് മല്ലടിക്കുന്ന, ദൈവവചനം കേൾക്കുമ്പോൾ അതിനോട് എതിർത്ത് നിൽക്കുന്ന വിമത സ്വഭാവത്തിൻ്റെ, എതിർപ്പിൻ്റെ, താന്തോന്നിത്വത്തിൻ്റെ, വഷളത്വത്തിൻ്റെ, മൂഢതയുടെ, അന്ധതയുടെ മേഖലകളിൽ ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ അരൂപികളും അന്ധകാര പീഡകളും ദുഷ്ടാത്മ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ നിറയണമേ, വചനത്തിൻ്റെ ആത്മാവെ നിറയണമേ, കൃപയുടെ ആത്മാവെ നിറയണമേ, അനുഗ്രഹത്തിൻ്റെ ആത്മാവെ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 35-ാം തിരുലിഖിതം. ദൈവവചനം ആരുടെ അരികിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങൾ എന്ന് വിളിച്ച്. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. വിശുദ്ധ ലിഖിതത്തിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുലിഖിതം. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അത് ക്ഷമിക്കും. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുകയാണ്.
ഓരോ രോഗപീഠകളിലേക്ക് യേശുവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കുടുംബത്തിലെ തകർച്ചകളിലേക്ക് യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കുകയാണ്. കുട്ടികൾ പ്രാർത്ഥിക്കട്ടെ, മൂടപ്പെട്ട ബുദ്ധിയെല്ലാം തെളിഞ്ഞു വരും. പഠിക്കാൻ ഓർമ്മ കിട്ടാത്തവർ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ, ഒരു കാര്യത്തിന് ഉത്സാഹമില്ലാത്തവർ, എങ്ങോട്ട് പോകുമ്പോഴൊരു മടി, എല്ലാ തരത്തിലും അന്ധകാര പീഡകളും ഈ സമയം യേശുവിൻ്റെ ശക്തി വിട്ടുമാറുകയാണ്. എല്ലാവരും യേശുവിനെ വിളിച്ച് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ, ഉന്നതമായ അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ, സർവശക്തമായ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, മിന്നൽ പിണരുകൾ പോലെ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ കുടുംബത്തിൽ നിന്ന് രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ കർത്താവേ. ഓ ദൈവമേ, കാലങ്ങളായി തകർന്നുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ രോഗങ്ങൾ ഇപ്പോൾ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഓരോ കുടുംബങ്ങളിലെ തകർച്ചയുടെ ആധിപത്യ ശക്തികൾ, ദുർമരണങ്ങൾ, അപകട മരണങ്ങൾ, ആത്മഹത്യകൾ കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, എന്ത് ചെയ്താലും ഒരു മേൽഗതി ഇല്ലാത്ത വിധം തകർച്ച, തടസ്സം, ഒന്നും മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങൾ യേശുവിന്റെ നാമത്താൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. തഴക്കദോഷങ്ങളും മദ്യപാനവും തിന്മയുടെ ആധിപത്യങ്ങളും നസ്രായന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus.